ഡൽഹിയിലെ പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കുമാണ് ആദ്യം തന്നെ പോകുന്നത്. ഡൽഹി പോലീസിന്റെ നരനായാട്ടിൽ ഗുരുതരമായി പരിക്കേറ്റ് വെന്റിലേറ്ററിൽ കഴിയുന്ന സാക്ഷിയുടെ കുടുംബത്തെ മാധ്യമങ്ങളുമായി സംസാരിക്കാൻ അനുവദിക്കാതെ അധികൃതർ. പിതാവിനെയും സഹോദരനെയും ICUവിൽ നിന്ന് പുറത്തിറങ്ങാൻ ഡൽഹി പോലീസ് അനുവദിക്കുന്നില്ല. ഭക്ഷണം വരെ പോലീസ് തന്നെയാണ് വാങ്ങി നൽകുന്നത്. ശരത് ലാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ശരത് ലാൽ, ആ കുടുംബത്തെ അവരുടെ പ്രശ്നങ്ങളെ ലോകത്തെ അറിയിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. അത്തരം നിയന്ത്രണം തന്നെയാണ് കുടുംബത്തിനും കൂടി ഈ ഒരു സമയത്ത് ഏർപ്പെടുത്തുന്നത്. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ആശുപത്രി അധികൃതർ എന്താണ് പറയുന്നത്? ഡൽഹി പോലീസിന്റെ ഈ നടപടി എന്തുകൊണ്ടാണ് ഇപ്പോൾ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. കുട്ടിയുടെ ആരോഗ്യനില, അതായത് സാക്ഷിയുടെ ആരോഗ്യനില വളരെ അതീവ ഗുരുതരം എന്ന് തന്നെയാണ് RML മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത്. എന്നാൽ കുട്ടിക്ക് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നൊരു വാചകം കൂടി അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇന്നലെ വരെ ആ ഒരു വാചകമില്ലായിരുന്നു, ഇന്ന് രാവിലെ ആ ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതിലെ വളരെ കനത്ത സുരക്ഷയിലാണ് RMLയുടെ OPയുടെ തൊട്ടു ബാക്കുള്ള VIP-കൾക്കുള്ള MP-മാർക്കുള്ള ICUവിലാണ്, കനത്ത സുരക്ഷയുള്ള ICUവിലാണ് പെൺകുട്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൽ വെന്റിലേറ്ററിൽ പെൺകുട്ടി കഴിഞ്ഞ 5 ദിവസമായി 20-ാം തീയതി ഉച്ചക്കാണ് പെൺകുട്ടിക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റുന്നത്. അന്ന് മുതൽ കഴിഞ്ഞ 5 ദിവസമായി കുട്ടി വെന്റിലേറ്ററിൽ തുടരുന്നു. അജ്ഞാത എന്നാണ് കുട്ടിയുടെ പേര് ഇപ്പോഴും മെഡിക്കൽ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കുട്ടിയെ കാണാനും അല്ലെങ്കിൽ അവരുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ സഹോദരമായിട്ടോ അല്ലെ പിതാവിനോടോ സംസാരിക്കാനോ ഇതുവരെ ആരെയും മാധ്യമങ്ങളെ ഡൽഹി പോലീസ് അനുവദിച്ചിട്ടില്ല. അതായത് ഛത്രപൂർ, വിമാനത്താവളത്തിലേക്ക് പോകുന്ന ഛത്രപൂർ എക്സ്റ്റൻഷനിലെ ഗലിയിൽ താമസിക്കുന്ന ഈ പെൺകുട്ടിയുടെ പിതാവിനെയും സഹോദരനെയും പോലീസ് വീട്ടിൽ നിന്നാണ് നേരിട്ട് തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. പെൺകുട്ടിയുടെ സഹോദരി കൂടെ ഉണ്ടായിരുന്നു. സഹോദരിക്കും കണ്ണീർ വാതകത്തിൽ ലാത്തിചാർജിലും പരിക്കേറ്റിരുന്നു. സഹോദരിയെ വീട്ടിലെത്തിക്കുകയും ഡൽഹി പോലീസ് വീട്ടിലെത്തിക്കുകയും ചെയ്തു. അമ്മ മാത്രമാണ് ഇപ്പോൾ പരിക്കേറ്റ സഹോദരിയെ ഛത്രപൂരിലെ വീട്ടിൽ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിതാവും സഹോദരനുമാണ് ഇപ്പോൾ ഈ ICUക്കുള്ളിലെ നഴ്സിംഗ് റൂമിലാണ് ഇവരെ. നഴ്സിംഗ് റൂമിൽ നഴ്സുമാർക്കുള്ള പ്രത്യേക റൂമുണ്ട് ICUവിൽ. അവിടെയാണ് ഇവരെ യഥാർത്ഥ വീട്ടുതടങ്കൽ എന്ന മാതിരി തന്നെയാണ് ഭക്ഷണം മുതൽ എല്ലാ കാര്യങ്ങളും ഡൽഹി പോലീസാണ് ചെയ്യുന്നത്. മലയാളികളടക്കമുള്ള നഴ്സുമാരും ഉള്ള ഒരു സഹായം മാത്രമാണ് അവർക്കൊരു ആശ്വാസമെന്നും പറയുന്നു. എന്നാൽ പേര് വെളിപ്പെടുത്താത്ത മലയാളി നഴ്സ് പറഞ്ഞത് കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നാണ്. കൂടുതൽ പറയാനോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംവദിക്കാനോ ഡോക്ടർമാർ അടക്കമുള്ളവർക്ക് ഡൽഹി പോലീസ് കർക്കശ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക മെഡിക്കൽ സംഘമാണ് കുട്ടിയുടെ ആരോഗ്യകാര്യങ്ങൾ പരിശോധിക്കുന്നത്. RML നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അതായത് എയിംസിലേക്കോ അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിലേക്കോ മാറ്റാൻ പറ്റുന്ന ഒരു ശാരീരിക അവസ്ഥയിലല്ല കുട്ടിയുടെ ആരോഗ്യനില എന്നാണ് ആശുപത്രി സൂപ്രണ്ട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും വളരെ വലിയ രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു തരത്തിലേക്ക് പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തും തടയാനുള്ള നീക്കത്തിലാണ് ഡൽഹി പോലീസ്. അതുകൊണ്ട് തന്നെയാണ് ഇന്റർനെറ്റ് അടക്കമുള്ളത് ഈ പ്രദേശം വിച്ഛേദിച്ചിരിക്കുന്നത്. RMLും പരിസരത്തും ഇന്റർനെറ്റ് സേവനം ലഭ്യമല്ല. അതുമാത്രമല്ല മാധ്യമങ്ങൾക്ക് അവിടെ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അതായത് രോഗികളുടെ സ്വകാര്യതയാണ് എന്നൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് റോഡിൽ നിന്ന് പോലും നമുക്ക് ചിത്രങ്ങൾ പകർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് RML ആശുപത്രിയിലുള്ളത്. ഏതായാലും കനത്ത ഒരു പോലീസ് സുരക്ഷ RML ഹോസ്പിറ്റൽ, തൊട്ടപ്പുറത്ത് അൽക്കത്തോറ റോഡ്, അപ്പുറമുള്ള കാളിബാരി റോഡ്, ഇവിടെയൊക്കെ തന്നെ കനത്ത പോലീസ് സന്നാഹം വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും പെൺകുട്ടി സാക്ഷിയുടെ 21-കാരിയായ MBA സ്റ്റുഡൻ്റാണ് സാക്ഷി ഛത്രപൂരിൽ നിന്ന് 20-ാം തീയതി ഛത്രപൂരിൽ നിന്ന് ബസ്സിൽ കൂടി ഡൽഹിയിലെത്തുകയും ഇന്ത്യ ഗേറ്റിൻ്റെ സമീപത്ത് റെയിൽഭവൻ സമീപത്തുള്ള റോഡിൽ വെച്ച് ആണ് ലാത്തിചാർജ് പ്രതിഷേധം കനക്കുന്നു. കൂടുതൽ ആളുകൾ പ്രതിഷേധ രംഗത്തേക്ക് എത്തുകയും ചെയ്യുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളാണ് അവിടേക്ക് ഇത് അറിഞ്ഞെത്തുന്നത്. അതിനിടയിലാണ് ഡൽഹി പോലീസിന്റെ ഇത്തരം നീക്കങ്ങൾ കൂടി എന്നുള്ളതാണ്. ആദ്യം ഡൽഹി പോലീസിന് മാത്രമല്ല, പ്രത്യേകിച്ച് സർക്കാരിന്റെ അടക്കം ആദ്യം ഈ മെട്രോ നിർത്തിവെക്കുന്നു, അതുപോലെ തന്നെ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കുകൾ എടുത്തു മാറ്റുന്നു, ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നു. ഇപ്പോൾ ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് കുടുംബത്തിന് മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ളതിൽ വിലക്ക് ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും വിലക്കുകളും ഏർപ്പെടുത്തി ഈ സമരത്തെ അടിച്ചമർത്താൻ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും ശ്രമം ഒരു വശത്തുണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും ഈ പ്രതിഷേധം കൂടുതൽ കനക്കുകയാണ് ചെയ്യുന്നത് എന്ന് തന്നെയല്ലേ ഈ ഒരു സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്?
അതെ സ്വാതി, അതുതന്നെ പ്രതിഷേധം കനക്കുന്നതുകൊണ്ടാണല്ലോ സുരക്ഷയും കനക്കുന്നത്. കാരണം ഭയം, അതായത് കേന്ദ്ര സർക്കാരിനും അതേപോലെ ഡൽഹി പോലീസിനും നടപടികളിൽ, അതായത് തങ്ങളുടെ നടപടികളിലെ കുറ്റബോധമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ് RAF പെല്ലറ്റ്, കണ്ണീർ വാതകം അതായത് പ്രയോഗിക്കുന്നതിന് മുമ്പേ ജലപീരങ്കി ഉപയോഗിക്കാത്തത് തുടങ്ങിയ ചോദ്യങ്ങളുമായിട്ട് ഇപ്പോൾ തന്നെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. യാതൊരു പ്രോട്ടോക്കോളും പാലിക്കാതെയാണ് പെല്ലറ്റും ലാത്തി ചാർജും നടത്തിയത് എന്നാണ് പിന്നെ ആരോപണം. അതുതന്നെയാണ് ഡൽഹി പോലീസിന്റെ നരനായാട്ട് തന്നെയാണ്. ഇന്നലെ മാർച്ച് നടക്കുമ്പോൾ MP മാരുമായുള്ള മാർച്ച് നടക്കുമ്പോൾ തന്നെ ഡൽഹി പോലീസ് മാർച്ച് തടയാൻ പാടുപെട്ട് നമ്മൾ കണ്ടതാണ്. നമ്മളുള്ള മാധ്യമ സംഘത്തിന് സംസാരിക്കുമ്പോൾ ജോൺ ബ്രിട്ടാസ് MP പോലും തടയാൻ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലുള്ള ഡൽഹി പോലീസിന്റെ ഒരു നരനായാട്ട് തന്നെയാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം സ്വതന്ത്രമായി മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏറ്റവും പ്രധാനം ഇന്റർനെറ്റ് സേവനം നിരോധിച്ചിട്ട് മണിപ്പൂർ മാതൃകയിൽ എന്നാണ് ഒരു കോൺഗ്രസ് MP പ്രതികരിച്ചത്. മണിപ്പൂർ മാതൃകയിൽ മണിപ്പൂർ പോലും കാശ്മീർ പോലും 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇന്റർനെറ്റിന് അരമണിക്കൂറോ 2 മണിക്കൂറോ ഇളവ് നൽകും. എന്നാൽ ഡൽഹിയിൽ ഇതിപ്പോൾ 30 മണിക്കൂറോളം ആവുന്നു ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടിട്ട്. ഒരു ഇളവ് പോലും ഇതുവരെ നൽകിയിട്ടില്ല. അത്തരത്തിലുള്ള ഒരു രീതിയാണ് ഇപ്പോൾ കരുതുന്നത്. അതേപോലെ തന്നെ കടകളൊക്കെ 6:30 മണിക്ക് അടക്കാൻ വേണ്ടി നോട്ടീസ് നൽകുന്നു. കടകൾ 8:30 മണിക്ക് ശേഷമേ തുറക്കാൻ പാടുള്ളൂ. 6:30 മണിക്ക് അടക്കണം. കർഫ്യൂ മാതിരിയുള്ള അപ്രഖ്യാപിത കർഫ്യൂ മാതൃകയിലുള്ള നടപടിക്രമങ്ങളാണ് ഡൽഹി പോലീസ് ഇപ്പോൾ ഡൽഹിയിൽ നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം സമാജ്വാദി പാർട്ടി UP-യിൽ നിന്നും അതേപോലെ തന്നെ രാജസ്ഥാനിൽ നിന്നും വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് ഒഴുകുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. സമാജ്വാദി പാർട്ടി വിദ്യാർത്ഥി സംഘടന ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പരസ്യമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത് അതിർത്തിയിൽ വെച്ച് തന്നെ തടയാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. നോയിഡ അതേപോലെ ഗാസിയാബാദ് സ്ഥലങ്ങളിലൊക്കെ പോലീസ് അതുകൊണ്ട് തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ യുവജന സംഘടനകൾ ഒഴിച്ച് സമാജ്വാദി പാർട്ടി അതേപോലെ തന്നെ CPM തുടങ്ങിയ SFI ASF തുടങ്ങിയ സംഘടനകൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഐസ തുടങ്ങിയ സംഘടനകളും അടക്കത്തിന് അതുപോലെ ഈ പ്രക്ഷോഭത്തിന് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ച ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ശരി, അത് തന്നെയാണ് ശരത് ലാൽ. എന്തായാലും കൂടുതൽ ആളുകൾ പിന്തുണ പ്രഖ്യാപിച്ച് ഡൽഹിയിലേക്ക് എത്തുന്നു. ഡൽഹി പോലീസ് അവർ ചെയ്ത നടപടികളിൽ അവർക്ക് കുറ്റബോധമുണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ ഒരു സമയത്ത്. അതിന് ആ കുറ്റബോധം മറയ്ക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. സാക്ഷിയുടെ ആരോഗ്യനില അടക്കം മാധ്യമങ്ങളോട് അറിയിക്കാതിരിക്കാൻ കുടുംബത്തിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ഡൽഹി പോലീസ്. ആ വിവരങ്ങളാണ് ശരത് ലാൽ നൽകിയത്.